നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ വാഹനാപകടത്തിൽപ്പെട്ട 3 മലയാളികൾ ഉൾപ്പെടെ 5 ഇന്ത്യക്കാരാണ് മരിച്ചത്. കരുനാഗപ്പള്ളി സ്വദേശികളായ റോഷിൻ ജോൺ 38 വയസ്സ്, ഭാര്യ ആൻസി ഗോമസ് 30 വയസ്സ്, ആൻസിയുടെ സഹോദരൻ ജിജോ ഗോമസ് 34 വയസ്സ് എന്നിവരാണ്. ഇവരുടെ സുഹൃത്തുക്കളായ തമിഴ്നാട് സ്വദേശികളായ പ്രവീൺ കുമാർ ശങ്കർ 38 വയസ്സ്, ഭാര്യ നാഗലക്ഷ്മി ചന്ദ്രശേഖരൻ 33 വയസ്സ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഒരു കുടുംബത്തിലെ തന്നെ 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. റോഷിന്റെയും ആൻസിയുടെയും മകൻ ഏതൻ 3 വയസ്സ് ഗുരുതരമായ പരിക്കുകളോടെ സിദ്ര മെഡിസിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണപ്പെട്ട റോഷിൻ ജോൺ, ആൻസി ഗോമസ്, ജിജോ ഗോമസ് എന്നിവർ കൊല്ലം അഴീക്കൽ കഴുകൻതുരുത്ത് പുതുവൻ വീട്ടിലെ അംഗങ്ങളാണ്. ഓഗസ്റ്റിൽ മകന്റെ മാമോദിസ ചടങ്ങിന് നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ജിജോയെ മരണം അപകടത്തിന്റെ രൂപത്തിൽ കവർന്നെടുത്തത്. 2 വർഷം മുൻപ് വിവാഹം കഴിച്ച ജിജോ മകൻ ജനിച്ച് 9ാം ദിവസം ഖത്തറിലേക്ക് പോയതാണ്. ആൻസിയും മകനും 1.5 മാസം മുൻപാണ് ഖത്തറിലേക്ക് പോയത്. റോഷിൻ ജോൺ നീണ്ടകര കല്ലൂമൂട്ടിൽ കമ്പനിക്കട തോപ്പിൽ ജോണിന്റെയും ഡോളയുടെയും മകനാണ്. 1 വർഷം മുൻപാണ് നാട്ടിൽ എത്തിയത്. ഇന്നലെ പുലർച്ചെയാണ് അപകട വാർത്ത നാട്ടിൽ അറിയുന്നത്. ബന്ധുക്കൾ ആൻസിയുടെയും ജിജോയുടെയും വീട്ടിൽ ആരെയും അറിയിച്ചിട്ടില്ല. വിവരമറിഞ്ഞ് വീട്ടിലേക്ക് എത്തിയവരെ നാട്ടുകാർ തടഞ്ഞ് തിരികെ അയക്കുകയായിരുന്നു. പതിവ് ഫോൺ വിളി ഇല്ലാതിരുന്നതിന്റെ കാരണം പ്രിൻസി ഉൾപ്പെടെ ബന്ധുക്കളോട് അന്വേഷിച്ചെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബന്ധുക്കൾ വിഷയം മാറ്റുകയായിരുന്നു. ബുധനാഴ്ച രാത്രി അൽഖോറിലെ ഫ്ലൈ ഓവറിൽ വെച്ചാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. വാഹനം പാലത്തിൽ നിന്ന് താഴേക്ക് വീണത് അപകടത്തിന്റെ ആഘാതം കൂട്ടി. വാഹനത്തിലുണ്ടായിരുന്ന കുട്ടി ഒഴികെയുള്ള 5 പേരും തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. റോഷിൻ ജോൺ ഷപ്പൂർജി പല്ലൻജി കമ്പനിയിലെ ജീവനക്കാരനാണ്. ഖത്തറിലെ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലിൽ താൽക്കാലിക ജീവനക്കാരിയാണ് നാഗലക്ഷ്മി. മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങൾ അൽഖോർ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP കേന്ദ്ര വിദേശകാര്യ മന്ത്രിയോടും ഖത്തറിലെ ഇന്ത്യൻ എംബസി അംബാസഡറോടും ആവശ്യപ്പെട്ടു. ഖത്തറിൽ സർക്കാർ ഓഫീസുകൾക്കൊക്കെ ഈദ് അവധിയാണെങ്കിലും താമസം കൂടാതെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ശ്രമങ്ങൾ മലയാളി സംഘടനകളും നടത്തിവരുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.